ഹായ് കൂട്ടുകാരെ, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ നമ്മുടെ വീടിനടുത്തുള്ള പള്ളിയിൽ പെരുന്നാളാണ്. നമ്മൾ പെരുന്നാൾ കാണാൻ പോവാണ് കേട്ടോ. ഇന്ന് പെരുന്നാൾ പ്രമാണിച്ച് നമ്മുടെ ഓരോ യൂണിറ്റിലെ അവരുടെ കലാപരിപാടികളുണ്ട്, അത് കാണാൻ വേണ്ടി പോവാം. ബായോ. പ്രവാചകന്മാരും അങ്ങ് ഞങ്ങൾക്ക് രണ്ട് കാളകളെ തരുവിൻ. ഒന്നിനെ ബാലിന്റെ പ്രവാചകർ കഷ്ണങ്ങളാക്കി വിറകിൽ വെക്കട്ടെ, തീ കൊളുത്തരുത്. മറ്റേതിനെ ഞാൻ മുറുക്കി വിറകിൽ വെക്കാം. നല്ല അടിപൊളി പരിപാടികളാണ് കേട്ടോ. ഫുള്ള് സിനിമാറ്റിക് ഡാൻസുകളായിരുന്നു കേട്ടോ, സിനിമ പാട്ടുകളായിരുന്നേ. ഇതിവിടെ ഇടാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പാട്ട് ഭാഗം ഒഴിവാക്കുകയാണേ. എല്ലാവരും നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്തു കേട്ടോ. ഓരോ യൂണിറ്റുകാരും നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇവിടെ വന്നിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ പള്ളി പെരുന്നാൾ ഇങ്ങനെ പരിപാടിക്ക് പോകുന്നത്. ഞാനും എൻ്റെ കൂട്ടുകാരിയും കൂടെയാണ് കേട്ടോ പെരുന്നാൾ കാണാൻ പോയത് കേട്ടോ, പരിപാടി കാണാൻ പോയത്. നിനക്ക് അകത്തോട്ട് ചെയ്യുന്ന ചായ എടുത്ത് കുടിക്കരുതോ? അമ്മച്ചിക്ക് അകത്തോട്ട് ചെയ്യുന്ന ചായ കിട്ടത്തില്ലേ? ഞാൻ അമ്മച്ചിയുടെ കൊച്ചുമോളല്ലേ, എനിക്ക് ചായ ഇവിടെ കിട്ടണം. മോളെ, നീ പള്ളിയിൽ പോവില്ലയോ? അല്ലാതെ പിന്നെ ഞാൻ ഇവിടെ പോകാനാ? പള്ളിയിൽ പോയിട്ട് സൺഡേ സ്കൂളും കഴിഞ്ഞിട്ടേ ഞാൻ വരത്തുള്ളൂ. ഹലോ, ഞാൻ വരുവാ. അയ്യോ മോളെ, നീ ചായ കുടിക്കാനാണോ പള്ളിയിൽ പോകുന്നേ? ഏത് സമയം ഒരു ഫോൺ തന്നെ, എവിടെ ചെന്ന് അവസാനിക്കും? അതിരിക്കട്ടെ, അവള് രാവിലെ പള്ളിയിൽ പോയി, എന്നാ ഞങ്ങളും പോകുക. ഇതില് വായിക്കാനൊന്നുമില്ല. ആ ടി വി എങ്ങാനും ഓൺ ചെയ്തിരുന്നെങ്കിൽ വല്ല സിനിമയും കാണായിരുന്നു. നമ്മച്ചി ആഹാരം കഴിക്കേ. എടി, ആ ടി വി ഒന്ന് ഓൺ ചെയ്തേ, ഞാൻ അത് കണ്ടുകൊണ്ടൊന്ന് ഫുഡ് കഴിക്കട്ടെ. ഹലോ, ആരാ? ഹലോ, ഞാൻ ജനറൽ ഹോസ്പിറ്റലിൽ നിന്നാണ്. നിങ്ങളുടെ മകളാണോ അന്ന? നിങ്ങൾ അത്യാവശ്യമായിട്ട് ഇവിടെ വരെ വരണം. അയ്യോ, അവള് രാവിലെ പള്ളിയിൽ പോയാന്നല്ലോ, പിന്നെന്താ പറ്റി? ഞാനിപ്പോ വരുന്നേ. നീ ഇതാ എങ്ങോട്ടാടി? ആരാടി വിളിച്ചേ? ഒന്നുമില്ല അമ്മച്ചി, ഞാൻ ഇപ്പൊ വരാം. ഈ ഡാൻസ് കളിക്കുന്ന കുട്ടികൾ നമ്മുടെ അയൽവക്കത്തുള്ള കുട്ടികളാണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത വീട്ടിലെ പിള്ളേരാണേ.
ഇത് നീ മാത്രമല്ല ജോണിയുടെ ഭാര്യ വഴക്കുണ്ടാക്കുന്നുണ്ട്. ജോണി ദേ പറഞ്ഞ കേട്ടോ. എടാ നീ നിന്റെ ഭാര്യയുടെ കാര്യം നോക്കിയാ മതി. എന്റെ ഭാര്യയുടെ കാര്യം നോക്കാൻ ഞാനുണ്ട് ഇവിടെ. എടാ നീ അവിടെ കൊണ്ട് രാവിലെ ഇങ്ങോട്ട് വന്നതേ അമ്മനെ അപ്പനെ സോപ്പിട്ട് സ്വത്തല്ല എഴുതി മേടിക്കാൻ വേണ്ടിയല്ലേ? അപ്പച്ചാ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി കടയിൽ കയറി മുദ്രപത്രം വാങ്ങുന്നവരെ ഞങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്തയില്ലായിരുന്നു. അല്ല അച്ചായ, പിന്നെ എന്തിനാടാ രാവിലെ ഒന്ന് ഇങ്ങോട്ട് കയറി പോകുന്നത്? എന്നാ പിന്നെ നിനക്ക് വരാൻ മേലായിരുന്നു നേരത്തെ. എടാ ഞാനാടാ ഈ വീടിന് മൂത്തത്. മൂത്തതല്ല നീ പൂത്തതാ. എടാ എന്നെ കാട്ടി മൂത്തതാടാ നിന്റെ ഭാര്യ. എന്നെ പിന്നെ പറഞ്ഞാണ്ടല്ലോ. പറഞ്ഞാ നീ എന്റെ അടുക്കോടി. എനിക്കൊന്ന് ഒറ്റയ്ക്ക് സംസാരിക്കണം. എടി അയൽക്കുട്ടി, എല്ലാരും കേൾക്കൂ. അവൻ ഒറ്റയ്ക്ക് ഇരുന്ന് ആവശ്യത്തിന് സംസാരിക്കട്ടെ. സംസാരിച്ചു കഴിഞ്ഞൊരു സിഗ്നൽ തന്നാ മതി. ഞാൻ ഇങ്ങോട്ട് വന്നോളൂ. ഒന്ന് പോ മനുഷ്യടുന്ന്. എന്റെ സണ്ണിക്കുട്ടൻ ആകെ അങ്ങ് ക്ഷീണിച്ചു പോയി. അത് പെർമിറ്റ് പിടിക്കാൻ പാസ്പോർട്ട് വിസ എല്ലാം കറക്റ്റ് ആണെങ്കിൽ ആരും പിടിക്കില്ല. എടാ പോടാടുന്ന്. നാളെ ക്രിസ്മസ് അല്ലേ? അത് നമുക്ക് ആഘോഷിക്കണ്ടേ? എന്നാ പിന്നെ ഏൽക്കുട്ടിയെ നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മളെ ഏർപ്പാട് ചെയ്ത് എല്ലാവരും ഞാനൊന്ന് വിളിക്കട്ടെ. ഏറെ വായില്ലാരും. ഈ ടീമിൻ്റെ ഡാൻസ് പറയാതിരിക്കാൻ വയ്യ, അടിപൊളി ഡാൻസ് ആയിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഷെയ്ക്കുമാരെല്ലാം കൂടി അടിപൊളി പെർഫോമൻസ് ആയിരുന്നു കേട്ടോ.
അതുപോലെ ഇവിടെ പ്രോഗ്രാം അവതരിപ്പിച്ച എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഇനിയും അടുത്ത പോലെ അവസരം എല്ലാവർക്കും നൽകട്ടെ എന്ന് ഞാനോട് പ്രാർത്ഥിക്കുന്നു. അതുപോലെ നമുക്ക് സ്റ്റേജ് ആൻഡ് സൗണ്ട് സൗകര്യം ഒരുക്കി. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പം ഫുഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഫുഡ് കഴിക്കാനൊന്നും നിന്നില്ല. അങ്ങനെ ഞങ്ങൾ തിരിച്ചിന് വീട്ടിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അതുവരേക്കും ബൈ ബൈ.